1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിൽ ശ്രീനാരായണ ഗുരു ജനിച്ചു. കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടിയ അദ്ദേഹം കേരളീയ സമൂഹത്തെയാകെ നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. വിവേകം താനേ വരില്ല എന്നും യത്നിക്കാൻ ധാരാളം വായിക്കണമെന്നും പഠിപ്പിച്ചു ഗുരു. മടിയന്മാരായാൽ നീതിക്ക് നിരക്കാത്തത് ചെയ്യൂ എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഗുരുദേവൻ. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കുൾപ്പെടെ ദൈവാരാധന നടത്തുവാനായി ശ്രീനാരായണ ഗുരു കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുമായി ഏതാണ്ട് 45ഓളം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. തൻ്റെ സാമൂഹ്യ പരിഷ്കരണങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണയാൽ അദ്ദേഹം 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നാണ് അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം. 1916 ജാതിയില്ലാ വിളംബരത്തിലൂടെ താൻ ഒരു ജാതിയുടെയും മതത്തിൻ്റെയും വക്താവായ ആളല്ലെന്നും താൻ ജാതിയും മതവും ഉപേക്ഷിച്ചുവെന്നും ഗുരു വ്യക്തമാക്കി. 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധിയായി.